പുത്തമ്പാലം രാജേഷിനെ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തു. ശ്രീകാര്യം പോലീസാണ് ഇന്നലെ കുപ്രസിദ്ധനായ ഗുണ്ട പുത്തമ്പാലം രാജേഷിനെ അറസ്റ്റ് ചെയ്തത്. പുത്തമ്പാലം രാജേഷിനെ നമുക്കറിയാം. പുത്തമ്പാലം രാജേഷും ഓംപ്രകാശും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആറ്റിങ്ങൽ അയ്യപ്പനും ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം, അതുപോലെ ആറ്റിങ്ങൽ, കൊല്ലം, കേരളത്തിലെ പല സ്ഥലങ്ങളിലും വളരെയധികം കൊലപാതകങ്ങൾ നടത്തിയ ടീമാണ്. അതിനുശേഷം ആറ്റിങ്ങൽ അയ്യപ്പൻ എന്ന വ്യക്തി ഇന്ത്യ വിട്ടുപോയി ദുബായിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദുബായിൽ വെച്ച് ഒരു കൊട്ടേഷൻ ലഭിച്ചു. ആ കൊട്ടേഷൻ നടപ്പാക്കിയത് ഓംപ്രകാശും പുത്തമ്പാലം രാജേഷുമായിരുന്നു. അത് പോൾ ജോർജ് മുത്തൂറ്റിൻ്റെ കൊലപാതകം. ആ കൊലപാതക കേസിൽ ഇവർ രണ്ടുപേരും അന്ന് സാക്ഷിയായി. അന്വേഷണത്തിൽ ചില പാളിച്ചകളുണ്ടായി എന്ന് അന്ന് ഞാൻ പറഞ്ഞു. കാരണം ചങ്ങനാശ്ശേരിക്കാരൻ ഒരാൾ, ഒരു കൂലിഗുണ്ട 2.5 ലക്ഷം രൂപയ്ക്കാണ് ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അയാൾ എസ് കത്തി ഉപയോഗിച്ച് ആണ് കൊന്നതെന്ന് പറഞ്ഞു. എന്തായാലും കൊല്ലുന്ന സമയത്ത് ഓംപ്രകാശും പുത്തമ്പാലം രാജേഷും പോൾ ജോർജ് മുത്തൂറ്റിൻ്റെ ഒപ്പമുണ്ടായിരുന്നു. 2 കാറിലാണ് അവരവിടെ വന്നത്. അതിനകത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് അല്പം പാളിച്ചുണ്ടായി. ഒരു നടിയുണ്ടായിരുന്നു ഇവരുടെ ഒപ്പം എന്നും ആ നടിയെ അവിടുന്ന് കടത്തി. അതിനുശേഷം ഇവരുടെ കാർ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ഈ കേസിനകത്ത് അന്വേഷണത്തിൽ ചില പാളിച്ചുണ്ടായപ്പം ഈ 2 പേരും, കൊട്ടേഷൻ എടുത്ത 2 പേരും സാക്ഷികളായി മാറി എന്നുള്ളതാണ്. അതൊക്കെ വളരെ വിവാദമായിരുന്നു അന്നും ഇന്നും. യഥാർത്ഥത്തിൽ ദുബായിൽ നിന്ന് കിട്ടിയ ഒരു കൊട്ടേഷനായിരുന്നു പുത്തമ്പാലം രാജേഷും ഓംപ്രകാശും കൂടി നടപ്പാക്കിയത്. ഓംപ്രകാശിനാണ് ആ കൊട്ടേഷൻ ലഭിച്ചത്. അതിനകത്ത് ആറ്റിങ്ങൽ അയ്യപ്പനുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കഥകളൊന്നും ആ കേസിനകത്തോട്ട് വന്നില്ല. എന്തായാലും ഇപ്പം ശ്രീകാര്യം പോലീസ് പുത്തമ്പാലം രാജേഷിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. കാപ്പ കേസെടുത്തു എന്നറിഞ്ഞപ്പം തന്നെ അയാൾ ഒളിവിൽ പോയിരുന്നു. ഏതായാലും ശ്രീകാര്യം പോലീസ് അയാളെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഒളിവിലിരുന്ന ആളെ കണ്ടെത്തിയവർ. നല്ല കാര്യം. ആ ശ്രീകാര്യം പോലീസിനെ അഭിനന്ദിക്കുന്നു. പുത്തമ്പാലം രാജേഷും ഓംപ്രകാശും അതുപോലെ തന്നെ ആറ്റിങ്ങൽ അയ്യപ്പനും ഒരു കാലഘട്ടത്തിൽ കേരളത്തെ ഞടുക്കിയവരാണ്. എത്രയോ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നു. പക്ഷേ അത്രയും കൊലപാതകം ചെയ്തിട്ട് അതിനകത്ത് സാക്ഷി പറയാൻ ആളില്ലാത്തതുകൊണ്ട് പല കേസും വിട്ടുപോയി. പല കേസും ഹൈക്കോടതി ചെന്ന് വിട്ടുപോയി. പക്ഷേ ഇന്നും യഥേഷ്ടം അവർ വിഹരിക്കുകയാണ്. ഇവരെ ഏതെങ്കിലും ഒരു കേസിനകത്ത് ശിക്ഷിപ്പിച്ച് ജീവപര്യന്തം അകത്തിട്ട് ഇടേണ്ട ഒരാവശ്യം സമൂഹത്തിനുണ്ടായിരുന്നു, പോലീസിനുണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായിരുന്നു. എത്രയോ പേരെ കൊന്നതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. കാപ്പ ചുമത്തിയാൽ ഒരു 5-6 മാസത്തിൽ കൂടുതൽ അവരെ ജയിലിലിടാൻ ഒക്കില്ല. അതിനുശേഷം അവർ പുറത്തിറങ്ങും. വീണ്ടും അവരെ കാപ്പ ചുമത്തണം. ഇത് 2-3ാമത്തെ പ്രാവശ്യമാണ് പുത്തമ്പാലം രാജേഷിന് കാപ്പ ചുമന്നത്. ഓംപ്രകാശ് ഒളിവിൽ പോയി കഴിഞ്ഞു. പുത്തമ്പാലം രാജേഷ് നേരത്തെ ഒരു ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിനകത്ത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വർഷത്തേനാണ് ശിക്ഷയെന്ന് എനിക്കറിയില്ല. എങ്കിലും അതിനുശേഷം വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിരവധി കൊലക്കേസുകൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ചും ആറ്റിങ്ങലുമായിട്ട്. പക്ഷേ ആ കേസിനകത്തൊക്കെ ഒരു കേസിലെങ്കിലും ജീവപര്യന്തം കൊടുത്തിരുന്നെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഓടിക്കാമായിരുന്നു. അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇനിയെങ്കിലും അവരുടെ കേസിനകത്ത് അപ്പീൽ കൊടുക്കുകയോ എല്ലാം ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും ഇങ്ങനെയുള്ള ഗുണ്ടകളെ, ഇങ്ങനെയുള്ള കൊലയാളികളെ എവിഡൻസ് അല്പസ്വല്പമൊക്കെ മതി. പൂർണ്ണമായ എവിഡൻസ് ഇല്ലെങ്കിലും സാമൂഹ്യ ദ്രോഹം ചെയ്യുന്ന, മനുഷ്യനെ കൊല്ലുന്ന, മനുഷ്യനെ അറക്കുന്ന ഇവരെ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അവരെ ജയിലിലിടേണ്ട ആവശ്യകതയാണ്. കാരണം ഇവരിപ്പോഴും സജീവമാണ്. അതുകൊണ്ട് പോലീസ് ഈ കാപ്പ ചുമത്തി കഴിഞ്ഞാൽ അവരുടെ കേസുകൾ പെൻഡിങ് ഉള്ളതോ അല്ലെങ്കിൽ ജാമ്യത്തിൽ നിൽക്കാതെ ജാമ്യം ക്യാൻസൽ ചെയ്ത് ഇവരെ സ്ഥിരമായിട്ട് ജയിലിൽ പാർപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുന്നതാണ് ഉത്തമം. എന്തായാലും പോൾ ജോർജ് മുത്തൂറ്റിൻ്റെ കേസിനകത്ത് കൊട്ടേഷൻ എടുത്ത ഇവരായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മുത്തൂറ്റിലെ
ജോർജ് മുത്തൂറ്റുമായിട്ടും പോൾ ജോർജ് മുത്തൂറ്റുമായിട്ടും കൊലപാതകത്തിന് 2-3 മാസം മുമ്പ് ഡൽഹി മുതൽ അവർ ഓംപ്രകാശ് അയാളുമായിട്ട് സൗഹൃദത്തിലായി. 3 മാസം അയാളെ കൊണ്ട് നടന്നു. അങ്ങനെ വലിയ കോൺഫിഡൻസ് വന്ന ശേഷം കൊല്ലുന്ന ദിവസമാണ് പുത്തമ്പാലൻ രാജേഷ് ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. അതൊക്കെ അതിൻ്റെ ആ കേസിൻ്റെ നാൾവഴികളാണ്. ആ കേസ് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ കൊട്ടേഷൻ എടുത്തവരും യഥാർത്ഥത്തിൽ കൊല്ലാൻ കൂട്ടുനിന്നവരും കൊല്ലിച്ചവരും സാക്ഷികളായി പോയി എന്നുള്ളതാണ് വിവാദപരമായ ഒരു പരാമർശം. അന്നു മുതലേ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്വേഷണം നടത്തിയവർക്ക് അന്വേഷണം പാളിപ്പോയി എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെയൊക്കെ തീർച്ചയായിട്ടും ഇനിയും അവരെ സംരക്ഷിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറാകരുത്. ഇവരെ സ്ഥിരമായിട്ട് ജയിലിലാക്കാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത്.